എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലെ ബഥനി നവജീവൻ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ ഒരു ആധുനിക ചികിത്സാ രീതിയാണ് ലേസർ തെറാപ്പി. ഈ ലേസർ തെറാപ്പിയെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഞങ്ങളുടെ കൂടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ശ്രീമതി സുഹാന എ ആണ്. ശ്രീമതി സുഹാനയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ലേസർ തെറാപ്പി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് പ്രചാരം നേടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളും സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ലേസർ തെറാപ്പി, അല്ലെങ്കിൽ ഈ ലേസർ തെറാപ്പി നമ്മുടെ ശരീരത്തിനകത്തേക്കാണോ അതോ ഈ സർഫസിൽ മാത്രമാണോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച് പറയാമോ? ലേസർ തെറാപ്പി മെയിനായിട്ട് നമ്മുടെ സ്കിന്നിന് ഡീപ്പായിട്ട് പോകുന്ന ഒരു ലൈറ്റാണ്. അത് പുറമേ നമുക്ക് കട്ടോ വൂണ്ടുകളോ ഒന്നും ഉണ്ടാക്കില്ല. ഈ സൗന്ദര്യ സംരക്ഷണം, ബ്യൂട്ടി തെറാപ്പി, അല്ലെങ്കിൽ ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന, അതായത് ഈ അരിമ്പാറ അല്ലെങ്കിൽ കറുത്ത മറുകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ആ ലേസർ തന്നെയാണോ ഇവിടുത്തെ ലേസർ തെറാപ്പിയിൽ വരുന്നത്? അല്ല, തെറാപ്യൂട്ടിക് ലേസറും കോസ്മെറ്റോളജിക്കൽ ലേസറും രണ്ടും ഡിഫറെൻ്റ് ആണ്. തെറാപ്യൂട്ടിക് ലേസർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇഞ്ചുറി ഉണ്ടായിട്ട് ഹീലാവുന്ന ആ പർപ്പസിന് വേണ്ടി. കോസ്മെറ്റോളജിക്കൽ ലേസറിന് അതിൻ്റെതായ വേറെ ഫങ്ഷൻസ് ആണുള്ളത്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടും ഇവിടെ ലഭ്യമാണോ? അല്ല, നമ്മളിവിടെ തെറാപ്യൂട്ടിക്കലി ട്രീറ്റ്മെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ലേസർ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. കോസ്മെറ്റോളജി ഇല്ല. ഈ നാഡീവേദന അല്ലെങ്കിൽ നെർവ് പെയിൻ, അതല്ലെങ്കിൽ മരവിപ്പ്, അങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകൾ മാറ്റാനായിട്ട് എത്രമാത്രമാണ് ഈ ലേസർ ചികിത്സ പ്രായോഗികമാകുന്നത്? നമ്മൾ നെർവ് പെയിനും നെർവ് റീജനറേഷനും ലേസർ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ കണ്ടീഷൻ, അതായത് ഇഞ്ചുറിയുടെ അതനുസരിച്ചിരിക്കും അതിൻ്റെ റിക്കവറിയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ലേസർ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ പ്രത്യേകിച്ച് കണ്ണട അങ്ങനെ എന്തെങ്കിലും ധരിക്കേണ്ടതുണ്ടോ? പ്രൊട്ടക്റ്റീവ് ആയി ലെൻസസ് നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെ. കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ണിലേക്കാൻ പാടില്ല. ഈ റേസ് അങ്ങനത്തെ ഒരു റേസ് ആണ്. അതാണ്. അപ്പോൾ ഈ ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ ഈ ലേസർ ചികിത്സ എത്രമാത്രം ചെയ്യാൻ പറ്റും? പ്രഗ്നൻസിയിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പ്രഗ്നൻസി ടൈമിൽ ഈ റേസ് അങ്ങനെ പതിക്കുന്നത് അത്ര സേഫ് അല്ല പ്രഗ്നന്റ് ലേഡീസിന്. ഈ ലേസർ തെറാപ്പി ചെയ്യുന്ന ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണോ ഇത് പ്രവർത്തിക്കുക? അതെ, എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇത് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. ചിലർക്ക് ഏജ്, അവരുടെ കണ്ടീഷൻ, ടൈപ്പ് ഓഫ് ഇഞ്ചുറി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടായിരിക്കും. മറ്റെന്തെങ്കിലും രോഗമുള്ളവരിലൊക്കെ വ്യത്യാസമായിരിക്കും അല്ലേ? മറ്റേതെങ്കിലും ഇപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവുമല്ലോ, ഡയബറ്റീസോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ മരുന്ന് എടുക്കുന്നവർക്കും എല്ലാം വ്യത്യാസമായിരിക്കും. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ കണ്ടീഷൻ, ഞാൻ പറഞ്ഞതുപോലെ കണ്ടീഷൻ, ടൈപ്പ് ഓഫ് ഇഞ്ചുറി എന്നിവയുടെ അടിസ്ഥാനത്തിൽ അതെന്തായാലും വ്യത്യാസപ്പെട്ടേക്കാം. ഈ ലോഹ ഇംപ്ലാന്റുകൾ, പിന്നെ സന്ധി മാറ്റിവെക്കൽ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാറുണ്ടോ? യൂസ് ചെയ്യാം. നമ്മൾ ഈ മെറ്റൽ ഇംപ്ലാന്റ്, അതായത് ജോയിന്റ് റിപ്ലേസ്മെന്റ് സർജറി ചെയ്ത ഭാഗത്ത് നമുക്ക് ഈ ലേസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വളരെ സേഫ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റുകളുണ്ട്, അതായത് IFT ടെൻസ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് മൊഡാലിറ്റീസ് ഉണ്ട്. അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ലേസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ സൈഡ് എഫക്ട്സ് അങ്ങനെയൊന്നുമില്ല. വളരെ സേഫ് ആണ്. പിന്നെ ഇത് കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ട്രീറ്റ്മെന്റ്? നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും യൂസ് ചെയ്യാം, മുതിർന്നവർക്കും യൂസ് ചെയ്യാം. അങ്ങനെ പക്ഷെ അതിൻ്റെ സ്പെസിഫിക് ഇൻറ്റൻസിറ്റീസ് കാര്യങ്ങളും ഉണ്ട്. അപ്പം ആ ഒരളവിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേതെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇതുമായിട്ട് സംയോജിപ്പിച്ചുള്ള തെറാപ്പി നടത്താറുണ്ടോ? നമുക്ക് മറ്റ് തെറാപ്പീസിൻ്റെ കൂടെ ലേസർ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് എക്സസൈസ് തെറാപ്പി, മാനുവൽ തെറാപ്പി, അൾട്രാസൗണ്ട് എന്നിവയൊക്കെ കൂടെ നമുക്ക് ലേസറും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ലേസർ തെറാപ്പി പല സെഷനുകളായിട്ടാണോ നടത്തുന്നത്? അതെ, പല സെഷനുകളായിട്ടാണ്. അപ്പോൾ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ രോഗികളിൽ? പൊതുവെ ചിലരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ചിലർക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ബട്ട് മറ്റു ചിലർക്ക്, അതായത് പ്രായം കൂടിയവർക്ക്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പം അവർക്ക്
മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ 2-3 സെക്ഷൻസ് ഒക്കെ പോവേണ്ടി വന്നേക്കാം. മറ്റ് തെറാപ്പികളെ അപേക്ഷിച്ച് ഈ ലേസർ തെറാപ്പി ഒരു രോഗിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഇത് സുഖപ്പെടുത്തുന്നത് ആ രോഗിയെ? നമ്മുടെ ഈ ലേസർ തെറാപ്പി നമ്മൾ ടിഷ്യൂസിൽ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ഉണ്ടാവണമെന്ന് വെച്ചാൽ, ടിഷ്യൂസിലെ സെല്ലുലാർ ആക്ടിവിറ്റി കൂട്ടും, അവിടെ ബ്ലഡ് ഫ്ലോ കൂട്ടും, പിന്നെ അങ്ങനെ അവിടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതായത് എന്തെങ്കിലും വീക്കം അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കും, അങ്ങനെ ടിഷ്യൂ റിപ്പയർ നടത്തും. അതിന് ആ പ്രോസസ്സിൻ്റെ ഒരു പേരുണ്ട്, അതിന് ഫോട്ടോ ബയോ മോഡുലേഷൻ എന്നാണ് ഈ പ്രോസസ്സിൻ്റെ പേര്. ഇങ്ങനെ ഈ സെൽസിനെ വേഗത്തിൽ അതിന്റെ രക്തചംക്രമണം കൂടുതലാക്കുന്നതിന്റെ പ്രോസസ്സ് അല്ലേ? അതെ. അപ്പോൾ ലേസർ തെറാപ്പിയെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചു ശ്രീമതി സുഹാനയെ. ഇവിടുത്തെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറാണ്. ശ്രീമതി സുഹാനയ്ക്ക് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു.